നമസ്കാരം. സെപ്റ്റിക് ടാങ്ക് തുറന്ന മുല്ലപ്പൂവിന്റെ മണം വരില്ല എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിൽ മനോരമ എന്ന ചാനലിന്റെ ഒരു അവസ്ഥ. ഇന്നിപ്പോ കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇവന്റ് നടക്കുകയാണ്. ബിസിനസ് സബ്മിറ്റ്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള വ്യവസായ പ്രമുഖർ എത്തിയിരിക്കുകയാണ്. കേരളത്തിൽ നിക്ഷേപ സൗഹൃദമാണെന്നും ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഈ സംസ്ഥാനം അവർക്ക് മുന്നിൽ ബ്രാൻഡ് ചെയ്യുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തിലും മനോരമ നടത്തിയ ഒരു നെറുകെട്ട പ്രവർത്തനം, അതായത് കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അത് കേന്ദ്ര സർക്കാരും ലോക ബാങ്കും ചേർന്ന് ആരംഭിച്ചൊരു പരിപാടിയാണ്. ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് 1ാം റാങ്ക് കിട്ടി എന്നുള്ളത് അത് വ്യാജ വാർത്തയായിരുന്നു. മന്ത്രി പി രാജീവ് കള്ളം പറഞ്ഞു എന്ന നിലയ്ക്കാണ് അതിന്റെ പ്രചരണം. അതിന്റെ ഭാഗമായിട്ട് മനോരമ ഇന്ന് വിദഗ്ധമായിട്ട് പീയൂഷ് ഗോയലിന്റെ ഒരു പ്രതികരണം എടുത്തു. ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. You mentioned about Silver Line. So, what is the center stand on that issue? We have always been in dialogue with the state government. Even now, the railways have sought certain clarifications, like converting it to a broad gauge instead of a narrow gauge. We have asked them to install Kavach. So, railways and the state government are working together to see the final contours and to see that there is a consensus amongst the people of Kerala. The land would be available, and that process is going on. So these are various initiatives that are under consideration. Ease of doing business ranking is also in discussion. Whether is it First of all, let me clarify, and I've said this to your colleagues here, we do not anymore rank states as 1, 2, 3. We encourage all states to participate, to improve their processes and make it easier for people to do business. കണ്ടില്ലേ, കേരളം മോശമാണെന്ന് ജനങ്ങളെ കേൾപ്പിക്കണം, അതാണ് മനോരമയുടെ ലക്ഷ്യം. പക്ഷേ പൊളിഞ്ഞതാരാണെന്ന് പറഞ്ഞാൽ അത് മാമൻ മാപ്പിളയുടെ കല്ലറ പൊളിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെ പി രാജീവോ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റോ കേരളത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന ഒരു പദ്ധതി, കേരളത്തിൽ വ്യവസായ സൗഹൃദം, ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് വ്യവസായം ചെയ്യാൻ പറ്റുന്ന നാടാണ് കേരളം എന്ന് മാറിയതിനെ സംബന്ധിച്ചും പി രാജീവ് എന്തോ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് മനോരമ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. മനോരമ വാർത്ത കൊടുത്താൽ അത് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പിന്നെ ആർക്കാണ്? അത് കോൺഗ്രസ്സുകാർക്കാണല്ലോ. മാസപ്പടി മനോരമയ്ക്ക് കൊടുക്കുകയും അതിലൂടെ ആ മാസപ്പടി കൈപ്പറ്റി ഞങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയ്ക്ക് നിങ്ങൾ ബ്രാൻഡ് അംബാസഡർ ആകുക, അതിലൂടെ നിങ്ങൾക്ക് മൈലേജ് തരും, നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്താനായിട്ടുള്ള അവസരം ഞങ്ങൾ തരുമെന്നുള്ള ആ പരസ്പര അന്തർധാര, അതിന്റെ ഭാഗമായിട്ടാണ് മനോരമയുടെ എക്സ്ക്ലൂസീവ് വാർത്തയ്ക്ക് പിന്നാലെ അതേ വാർത്ത ആരാണ് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്? യൂത്ത് വ്യാജൻ MLA അതേപടി അതിന് ടേക്കപ്പ് ചെയ്തു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിംഗ് നിലവിലില്ല എന്നും 5 വർഷം മുമ്പേ നിർത്തലാക്കിയെന്നും കേന്ദ്ര വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ മാധ്യമങ്ങളോട് പറഞ്ഞതായിട്ടാണ്. അപ്പോൾ 5 വർഷക്കാലം മുൻപ് നിർത്തലാക്കിയ വ്യവസായ വകുപ്പിന്റെ ഒരു റാങ്കിംഗ് സമ്പ്രദായം, ആ റാങ്കിംഗ് സമ്പ്രദായത്തിലാണോ കേരളത്തിന് കഴിഞ്ഞ വർഷം 1ാം റാങ്ക് കിട്ടിയെന്ന് കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് പറയുന്നത്? ഒന്നെങ്കിൽ ശ്രീ പി രാജീവ് കേരളത്തോട് കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ്, അതല്ലെങ്കിൽ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളിൽ ആരോ പി രാജീവിനോട് 1ാം റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറ്റിച്ചതാണ്. എന്തായാലും പറ്റിക്കപ്പെടാൻ കേരളം തയ്യാറല്ല. ഇത് കേരളമാണ് സാർ, കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കരുത് സാർ. കണ്ടല്ലോ, ആ ടൈമിംഗ് ശ്രദ്ധിക്കണം. വണ്ടിയിൽ ഓടുകയാണെങ്കിൽ ഇപ്പോൾ വന്ന വാർത്ത എന്നുള്ള നിലയ്ക്ക് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാൽ മതി. രാഹുൽ മാങ്കൂട്ടൻ ഞങ്ങളുടെ വാർത്ത കണ്ട് ഫേസ്ബുക്കിൽ ഇട്ടതിനെ ഞങ്ങൾ എടുത്ത് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് മനോരമ ഒരു ആദരവ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ തിരിച്ച് പിന്തുണയ്ക്കുന്നു. കാര്യം മനോരമയുടെ വാർത്തകൾക്ക്, വ്യാജ വാർത്ത, സംസ്ഥാന വിരുദ്ധ വാർത്തകൾക്ക് ആധികാരികത കൊടുക്കുകയാണ് സതീശനും സംഘവും ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം. അതിനുവേണ്ടി മനോരമയ്ക്കകത്തുള്ള ചില എർത്തുകൾ സതീശനുണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ പാട്ടായിട്ടുള്ള രഹസ്യമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യവും പീയൂഷ് ഗോയൽ പറഞ്ഞ കാര്യം അതെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അത് നിലവിലില്ല എന്നുള്ള കാര്യമാണ്. ആ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിലവിലില്ല, അത് ഞങ്ങൾ നിർത്തിയതിനു ശേഷം അതിനൊരു പുതിയ സംവിധാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 1, 2, 3 റാങ്ക് എന്നല്ല അതിന് കൊടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് മന്ത്രി പി രാജീവ് ഈ നാട്ടിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നേ. അത് കേൾക്കാത്തത്, മനോരമ കേൾപ്പിക്കാത്തത് കൊണ്ട് സതീശനും സംഘവും കേട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് മന്ത്രി പി രാജീവ് കള്ളം പറഞ്ഞു എന്നങ്ങനെ നിങ്ങൾ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രതികരണം എപ്പോ കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ 1ാം സ്ഥാനത്തെത്തി എന്ന ആ കാര്യം അദ്ദേഹം അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ സന്ദർഭത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ എന്താണ് പറയുന്നതെന്നൊന്ന് കൃത്യമായി കേട്ടെ. കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ ഫലപ്രഖ്യാപനം വന്നിട്ടുള്ളത്, അതിൽ കഴിഞ്ഞ വർഷം മുതൽ പുതിയ രീതിയിലാണ്
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിങ് നടത്തുന്നത്. കേട്ടല്ലോ, ഇപ്പൊ അത് പുതിയ രീതിയിലാണ് റാങ്കിങ്. എങ്ങനെ? നേരത്തെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആയിരുന്നു, അന്ന് നമ്മൾ 15-ലെത്തി. ഇപ്പൊ അത് ഏത് രീതിയിലാണ്? പുതിയ രീതിയിലാണെന്ന് പറയുന്നില്ലേ എന്നൊന്ന് ആവർത്തിച്ച് ശ്രദ്ധിച്ചേ. കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ ഫലപ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ വർഷം മുതൽ പുതിയ രീതിയിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിങ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആളുകൾ ടോപ്പ് അച്ചീവേഴ്സ്, പിന്നെ അടുത്ത കാറ്റഗറി അച്ചീവേഴ്സ്, പിന്നെ ആസ്പിരൻസ്, പിന്നെ എമർജിങ് ബിസിനസ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ 20 വിലയിരുത്തൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ 28ാം സ്ഥാനത്തായിരുന്നു. അന്ന് റാങ്കിങ് ആയിരുന്നു 1, 2, 3, 4 എന്നായിരുന്നു. കഴിഞ്ഞ ഇത് മുതലാണ് ഈ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചത്. 4 കാറ്റഗറിയെ തിരിച്ചപ്പോഴും റാങ്കിങ് എന്ന നിലയിൽ നമ്മൾ അറിയിക്കേണ്ട, അങ്ങനെയാണ് 15ആണെന്ന് നമുക്ക് മനസ്സിലായത്. നമ്മളപ്പോ 3ാമത്തെ കാറ്റഗറിയിലായിരുന്നു. ആസ്പിരൻസ്, മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പട്ടികയിലാണ് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ നമ്മൾ ടോപ്പ് അച്ചീവേഴ്സിലാണ് വന്നത്. അപ്പം അതിൽ 95% മുകളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള 30 പരിഷ്കാരങ്ങൾ, അതിലെല്ലാം കൂടി 95% മുകളിൽ മാർക്ക് കിട്ടിയത്. അതിൽ പ്രധാന കമ്പോണന്റ് എന്നുള്ളത് ഫീഡ്ബാക്കാണ്. സംരംഭകരും അല്ലാതെയുള്ള അവർ തിരഞ്ഞെടുക്കുന്ന സാമ്പിളുകളിൽ സർവേ നടത്തിയിട്ടാണ്, ആ ഫീഡ്ബാക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിശ്ചയിക്കുന്നത്. അതിൽ നമുക്ക് ടോപ്പ് അച്ചീവറിൽ ആ കാറ്റഗറിയിലേക്ക് നമ്മൾ വന്നു. അതോടൊപ്പം തന്നെ ടോപ്പ് അച്ചീവേഴ്സിൽ 1ാം സ്ഥാനത്തേക്ക് നമ്മൾ ഉയർന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി 1ാമതായി തന്നെ അവിടെ വെച്ച് നമുക്കാണ് അംഗീകാരം നൽകിയത്. ടോപ്പ് അച്ചീവേഴ്സിന്റെ ലിസ്റ്റ് ഇപ്പോൾ ചില പത്രങ്ങൾ അത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 9 എണ്ണത്തിലാണ് നമ്മൾ 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. 1ാം സ്ഥാനത്ത് ഇപ്പോൾ 95-ന് മുകളിൽ വന്നതിൽ 9 എണ്ണത്തിൽ നമ്മൾ 1-ലാണ്. 2 എണ്ണത്തിൽ 9 എന്ന് പറഞ്ഞാൽ 2 എണ്ണം ബിസിനസ് സെൻട്രിക് നമ്പേഴ്സും 7 എണ്ണം സിറ്റിസൺ സെൻട്രിക് നമ്പേഴ്സുമാണ്. 2ാം സ്ഥാനത്ത് ആന്ധ്ര. ചിലർ ഇപ്പോ പറയൂല, എന്ത് വന്നാലും കാണുന്നവർ പറയും ഇതിപ്പോ ഏറ്റവും പുറകിലുള്ള സംസ്ഥാനങ്ങൾ റാങ്ക് ചെയ്താണെന്നൊക്കെ പറഞ്ഞ് ചില ആൾ ഇറക്കുന്നുണ്ട്. 2ാം സ്ഥാനത്ത് നിന്ന് ആന്ധ്രാപ്രദേശാണ്. അവര് 5 എണ്ണത്തിലാണ് ഏറ്റവും ഉയർന്നു വന്നത്. അതിന് തൊട്ടു പുറകിൽ ഗുജറാത്താണ്. 3 എണ്ണത്തിലാണ് അവർ 1ാം സ്ഥാനത്ത്. പിന്നെ 4 രാജസ്ഥാൻ 3 എണ്ണം, ത്രിപുര 3, ഉത്തർപ്രദേശ് 3, പിന്നെ ഹരിയാന 2, ഒഡീസ 2, ആസാം 1, പിന്നെ കർണാടക 1, മധ്യപ്രദേശ് 1, മഹാരാഷ്ട്ര 1, ഇങ്ങനെ ഓരോന്നും. അങ്ങനെ 30 എണ്ണത്തിൽ നമ്മൾ 9 എണ്ണത്തിൽ 1ാമത് വന്നു. മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മൾ 95% മുകളിലുള്ള ടോപ്പ് അച്ചീവർ ആയിട്ട് മാറി. അപ്പോൾ 1ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ 28-ൽ നിന്ന് കഴിഞ്ഞ നമ്മൾ 15-ലേക്ക് എത്തി. ഇത്തവണ 1ാം സ്ഥാനത്തേക്ക് എത്തി. പീയൂഷ് ഗോയലിന്റെ പ്രസംഗത്തിൽ ആ ക്രമത്തിൽ തന്നെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുകയുണ്ടായി. കേരള, ആന്ധ്ര, ഗുജറാത്ത് ഇവരാണ് ഈ മാറ്റത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്നലെ സമാപന പ്രസംഗത്തിൽ പ്രത്യേകം നമ്മളെ പരാമർശിക്കുകയുണ്ടായി. അവിടെ വെച്ച് തന്നെ 1ാമതായി തന്നെ നമുക്ക് അവാർഡ് ലഭിക്കുകയാണ് ചെയ്തത്. കേട്ടല്ലോ, 4 കാറ്റഗറിയായി തിരിച്ചു. ടോപ്പ് അച്ചീവേഴ്സ്, ആസ്പിരൻസ് തുടങ്ങി 4 കാറ്റഗറിയായി തിരിച്ച് അതിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അവർ വെച്ചിരുന്ന ക്രൈറ്റീരിയകൾ കേരളം 95%-ലേറെ മാർക്ക് സ്കോർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് ആ വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇപ്പോ ബംഗളൂരു എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ബംഗളൂരു എന്ന് പറയാറുണ്ടോ? ബാംഗ്ലൂർ എന്നല്ലേ പറയാറുള്ളൂ. അത്രേ ഉള്ളൂ. നേരത്തെ ബാംഗ്ലൂർ ആയിരുന്നു, അതിനിപ്പോ ബംഗളൂരു ആക്കി. ആ ഒരു മാറ്റമാണ്. പക്ഷെ നമ്മൾ എന്താണ്, നേരത്തെ ബാംഗ്ലൂർ ആയിരുന്നു നമ്മൾ പറഞ്ഞു പതിച്ച വാചകമായതുകൊണ്ട്, അല്ലെങ്കിൽ ആ പേരതായതുകൊണ്ട്, നമ്മളെ മനസ്സിൽ പതിഞ്ഞ പേരതായതുകൊണ്ട്, ആൾക്കാർക്ക് മനസ്സിലാകാൻ എളുപ്പമായതുകൊണ്ട് അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പഴയ പേര് ഉപയോഗിച്ചു. അതിനപ്പുറത്തേക്ക് പുതിയ സംവിധാനത്തിലൂടെയാണ് റാങ്കിംഗ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പി രാജീവ് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. പിന്നെ എവിടെയാണ് ഇതിൽ കള്ളം പറഞ്ഞിരിക്കുന്നത്? അത് മാങ്കൂട്ടമൊക്കെ പറഞ്ഞു കേട്ടില്ലേ, പി രാജീവ് കള്ളം പറഞ്ഞിരിക്കുന്നു എന്ന്. മനോരമ കേൾപ്പിക്കുന്നത് മാത്രം കേൾക്കുന്ന ചെവിയായതുകൊണ്ടും കാണുന്ന കണ്ണായതുകൊണ്ടുമാണ് ഈ നാടിന്റെ ഒരു നേട്ടത്തെ അവർക്ക് കാണാനും കേൾക്കാനും കഴിയാതെ പോയത്. അതിനോടൊപ്പം തന്നെ അന്ന് ഈ പീയൂഷ് ഗോയൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്
ഒരു വെറുതെ വിളിച്ചാണോ ഈ ട്രോഫി കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു സംശയം കൂടി ചോദിക്കുകയാണ്. ഇരിക്കുന്നതിന് മുമ്പ് ഇതുകൂടി കണ്ടോളൂ. ഇതാണ് പീയൂഷ് ഗോയൽ നമുക്ക് നൽകിയ ഇതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ അവാർഡ്. കണ്ടല്ലോ, വെരി സിമ്പിൾ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള നേരത്തെ നിന്ന റാങ്കിംഗ് പട്ടിക അതിൽ പ്രകാരമാണ് കേരളം 28 ആയിരുന്നത്, കേരളം 15 ആയിരുന്നത്. അത് കേന്ദ്ര സർക്കാർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒരു പരിഷ്കാരം വരുത്തി അത് ലോകബാങ്കുമായി ബന്ധപ്പെട്ട് നിർത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് അച്ചീവേഴ്സ് എന്ന 4 കാറ്റഗറിയിൽ പെടുത്തിയതിൽ ഏറ്റവും ടോപ്പ് അച്ചീവറായി കേരളം മാറി. അത് തന്നെയാണ് മന്ത്രി പി രാജീവ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിൽ യാതൊരു കള്ളവും പറഞ്ഞില്ല. ഇന്നലകളിൽ അതിനെ അറിയപ്പെട്ടിരുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണെന്നുള്ളത് കൊണ്ട് ആ പേര് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ സതീശനെ നമ്മളൊരു എക്സാമ്പിൾ എടുത്താൽ, സതീശന്റെ പേര്, സതീശൻ നാളെ തൊട്ട് വിചാരിക്കുകയാണ് എന്റെ ഈ സതീശൻ എന്ന പേര് മുഖ്യമന്ത്രി സതീശൻ ഒരു നാണക്കേടാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്റെ പേര് മാറ്റി സരോജ് കുമാർ എന്നാക്കുകയാണ്. നമ്മൾ ആരെങ്കിലും സരോജ് കുമാർ എന്ന് വിളിക്കൂ? നമ്മൾ അങ്ങനെ വിളിക്കൂ? നമ്മൾ ഒരിക്കലും വിളിക്കില്ല. നമ്മൾ സതീശ എന്ന് മാത്രമേ വിളിക്കുള്ളൂ. അത്രയേ ഉള്ളൂ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പഴയ വാക്ക്, ആ വാക്കിൻ പ്രകാരം അതിനെ ഈ സംസ്ഥാനത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ കൃത്യമായി മന്ത്രി നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് പുതിയ പരിഷ്കാരങ്ങൾ വരുത്തി പുതിയ രീതിയിലാണ് റാങ്കിംഗ് നിശ്ചയിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ അന്ന് പറഞ്ഞിരുന്നു. അത് കേൾക്കാതെ വന്നിരുന്ന് മനോരമ കെടുക്കുന്ന എന്തും ഞങ്ങൾ അതേപടി ഛർദ്ദിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ഇതിലൂടെ കാട്ടിയിരിക്കുന്നത്. അങ്ങനെ കാട്ടാൻ ശ്രമിച്ചതിലൂടെ നാണം കെട്ടിരിക്കുന്നത്, പൊളിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരും പണ്ട് ഇവിടെ ഇടതുപക്ഷ അധികാരത്തിൽ വരുമെങ്കിൽ വിഷം കുടിച്ച് ആത്മഹത്യ എന്ന് പറഞ്ഞ മാമൻ മാപ്പിളയുടെ പുതിയ തലമുറയും കൂടി ചേർത്തുകൊണ്ട് ആ കല്ലറ പൊളിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചു എന്ന് മാത്രമാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന ആ നെറുകെട്ട പ്രവർത്തനം കൊണ്ട് ചെയ്യാനായതെന്ന് മാത്രമാണ് പറയാനുള്ളത്.